പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്യണ വീഡിയോ ഇടാൻ ഒരു ആലപ്പുഴയുള്ളൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും കടന്നു 60,000 ആറായി. ഇപ്പോഴാണ് ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ഇടാൻ പോണത്. ഫിഷ് ബാർബിക്യൂ ടൈപ്പ് വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ മീൻ വാങ്ങിക്കാൻ പോകുന്നത് പിരാന എന്ന് പറഞ്ഞൊരു മീനിന് വാങ്ങിക്കാൻ പോയിട്ടുള്ളത്. അത് ജഗ്ഗു ചേട്ടന്മാരവിടെ ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ജഗ്ഗു മീൻ എടുത്തുകൊണ്ട് വരാൻ പോയിട്ട് ജഗ്ഗേ മീനെ കൊണ്ടിട്ടുണ്ട്. ഇതാണ് മീൻ കണ്ട. ഇത് പിരാന എന്ന് പറയുന്ന സാധനമാണ്. പിരാന 1,300 തൂക്കം. നമുക്ക് പിന്നെ നന്നാക്കാം കേട്ടാ. കംപ്ലീറ്റ് ചതമ്പല് കളയാം ആദ്യം. നമ്മളിതിനെ ശരിക്ക് ഇങ്ങനെ പൊളിച്ചു കൂട്ടാ കണ്ടാ. ഇങ്ങനെയാക്കി ഇനി ഇതിൻ്റെ മീതെ നമ്മൾ വരയാൻ പോവാണ്. ഈ സൈഡ് വരഞ്ഞു, ഇപ്പുറ സൈഡ്. നമ്മളിത് വരഞ്ഞു, ഈ സൈഡ് വരഞ്ഞു കേട്ടാ. ഇനി ഇത് നമ്മളത് നന്നായി കഴുകണം. നമ്മളിതിനെ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടു കേട്ടോ. ഇങ്ങനെ പൊളിച്ച് എടുത്ത് ഇതാക്കിയിട്ടാ. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1.5 കുടം വെളുത്തുള്ളി ഇത് മിക്സിയിൽ ഇങ്ങോട്ട് അടിക്കുക. അതിൻ്റെ പകുതി ഇങ്ങോട്ട് എടുക്കുക. പകുതി മാത്രം എടുക്കണ്ടോ, അത് ഇത് ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഒരു ടീസ്പൂൺ വിനാഗിരിയില്ലേ, ചോർക്ക. ഇതെല്ലാം കൂടിയിട്ട് ഇതുമേ തേച്ച് പിടിപ്പിക്കുക. നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടാ. അധികം ഉപ്പൊക്കെ പല സ്ഥലങ്ങളിലേക്കായി മാറിപ്പോവും. അത് പാടില്ല. നമ്മളിത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി 1/2 മണിക്കൂർ നേരം ഇങ്ങനെ വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇവരിന്ന് മാറ്റിയിട്ട് ഇതിൽ നമുക്കൊരു കൂട്ടുണ്ടാക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നേരത്തെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതിടാം. പിന്നെ ഈ ചെറിയ ഉള്ളിയില്ലേ, സബോളയല്ല ചെറിയ ഉള്ളി, അതൊരു 5-10 മിക്സിയിൽ അടിച്ചത് നന്നായി അരച്ചോട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഒരു 5-6 വേപ്പിലയുടെ ഒരു കതിര്, അത് ഇങ്ങനെ മിക്സിയിൽ ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. മുളക് പൊടി ഇത്തിരി കൂടി കൂടിയാലും കുഴപ്പമില്ല. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അല്പം ഉപ്പും കൂടിയിട്ടാ. ഒരു ചെറുനാരങ്ങയുടെ നീര്, 2 ടീസ്പൂൺ മൈദ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. മുളക് പൊടി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കൂടി ഉണ്ടാകും. ഇതെല്ലാം മിക്സിങ് ആയിട്ടാ. ഇനി ഇത് നമ്മൾ മീനുമേ തേച്ച് പിടിപ്പിക്കുന്നു.
നമ്മൾ തേച്ച് പിടിപ്പിക്കും. നമ്മൾ മീനിനെ ആകെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ നേരം ഇങ്ങനെ വെക്കണം. ഈ മറ്റേ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഗ്രില്ല് ചെയ്യാം. നമ്മൾ 1 മണിക്കൂർ നേരം വെച്ചുവിട്ടാണ്. ഇനി നമ്മളിതിനെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം അടുപ്പ് അതിൻ്റെ ശരിയാക്കണം. ജഗുണിട്ട് നമ്മുടെ കൂടെയുള്ളത് എപ്പോഴും ഫുൾ ടൈം തീ കത്തിയാൻ ഇതിനൊക്കെ കേട്ടാ. ഗ്രില്ല് ചെയ്യാനുള്ള സാധനം മറ്റേ ടെന്നീസ് ബാറ്റ് പോലുള്ള സാധനം കേട്ടാ. ഈ സാധനം ഇത് നമ്മൾ പറഞ്ഞാൽ വാങ്ങിച്ചു. ഇതിന് 375 രൂപ വില കേട്ടാ. ഇതിങ്ങനെയുണ്ട് കേട്ടാ. ഇങ്ങനെ ആക്കാൻ പറ്റും. ഇത് സമചതുരത്തിലുള്ള കിട്ടിയില്ല, ഇങ്ങനത്തെ കിട്ടിയില്ല, വട്ടത്തിലുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. ഇത് നമുക്ക് കൊതുകിനെ കൊല്ലാനായിട്ട് ബാറ്റ് വാങ്ങിക്കില്ലേ, അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ. ഇതിന് കൊതുകിനെ കൊല്ലാനും 150 രൂപ കൊടുക്കണ്ട. ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചു. നമുക്ക് ഇടയ്ക്ക് ഓരോന്നോരോന്ന് ഗ്രില്ല് ചെയ്യാം. ചിക്കനും ബീഫും ഒക്കെ പഠിക്കാം കേട്ടാ. നമ്മൾ ഒരു അടുപ്പുണ്ടാക്കി. ഈ സാധനം ഇതിൻ്റെ മുകളിൽ ഇരിക്കണം എന്നുള്ളൂ, വേറെ ഇതുകളൊന്നുമില്ല കേട്ടാ. ഇത് സമചതുരമില്ലാത്ത കാരണം ഇങ്ങനെ ചെയ്ത് പോകുന്നത് കേട്ടാ. ഇതിങ്ങനെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കരിയിടാൻ പോകണം. ആദ്യം നമുക്ക് ഇതിൽ കനലാക്കണം. നമ്മളിതിൽ കനലാക്കിയിട്ട് ജഗു നന്നായിട്ട് ഊതുന്നുണ്ട്. ചെറുതായിട്ട് തീ മതി. നമുക്ക് പിന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാം. ഇത് തുറക്കണം. ഇതിനെ നമ്മൾ ഇങ്ങനെ വയ്ക്കണം. ഇത് അടയ്ക്കണം. കണ്ട ഇങ്ങനെ അടച്ചു. നമ്മൾ ഇതിനെ ഇതിൻ്റെ മുകളിലാണ്ട് വയ്ക്കണം. വെയിലുണ്ട്, കുഴപ്പമില്ല. പതുക്കെ ഞങ്ങൾ വീശി കൊടുക്കും കേട്ടോ. ഇനി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പതുക്കെ അങ്ങട് നല്ല രസമല്ല. ഒന്ന് മറച്ച് വെച്ച് നോക്കിയാലോ, നോക്കിയോട്ടെ കേട്ടാ. ഇത് ലോക്കായ സുഖാ. നമുക്ക് ഇങ്ങനെയുണ്ട് മറച്ച് വെച്ചപ്പോൾ ഇങ്ങനെയായിട്ടാ. ചെറുതായിട്ട് തീ മതി, വല്ലാണ്ട് ഓവർ തീയാവണ്ട. അപ്പോൾ ഈ മോൾ വശലേ പെട്ടെന്ന് കരിയും. ജഗുന് തീ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ കനലാവണ ഇതിൽ ബുദ്ധിമുട്ടാ. നല്ല കനലായിട്ടാ, നല്ല കനലായി കണ്ട. ഈ സൈഡാണ്ട് എടുക്കുമ്പോൾ നല്ല പോലെ കനലില്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ വയ്ക്കാം. അവനെ ഈ സ്വർണ്ണപ്പണിയുള്ള കാരണം കോടിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വടി കൊണ്ടൊക്കെ എടുത്ത് കുത്തി ഇളക്കിയാൽ മതിട്ടാ. നല്ല രസമില്ല. വീടിൻ്റെ ഇവിടെ ഇരുന്നിട്ട് കാക്കര ശബ്ദം, ഭയങ്കര ശബ്ദം. അപ്പം എല്ലായിടത്തും നല്ലപോലെ കനലായി. അപ്പം നമുക്ക് ഈ കരി വാങ്ങിക്കാൻ അരപ്പാട്ട കരിക്ക് 100 രൂപ. പിന്നെ മീന് 300 ചില്ലറ രൂപ തന്നു. പിന്നെ ഈ സാധനത്തിന് ഒരു 10-300 രൂപ. പക്ഷേ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. പിന്നെ ഈ മീൻ നമ്മൾ പൊളിച്ച് ആക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചിന് മീതെ കനുള്ള മീനുകൾ അത് വെറുതെ നന്നാക്കി കഴിഞ്ഞിട്ട് അപ്പുറം വരഞ്ഞിട്ട് അതിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചെറുനാരി നീരും അല്ലെങ്കിൽ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പറ്റി ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ അന്നേരം വലിയ ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ പൊളിച്ച് വയ്ക്കണം. അത് വിചാരിച്ച് കരിമീനൊന്നും നമ്മളിങ്ങനെ നടുപ്പൊളിക്കില്ല. കരിമീനൊക്കെ വളരെ കനം കുറവാണല്ലോ. അപ്പോൾ 2 ഇഞ്ചിന് മീനുകളൊക്കെ ഇങ്ങനെ പൊളിക്കുകയാണ് നല്ലത്. നടുപ്പൊളിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നല്ല മൂർച്ചയുടെ കത്തിനാണെന്ന് മാത്രമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഈ
ഹോട്ടലുകൾ മറ്റേ നമ്മൾ ബാർബിക്യൂ സാധനങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യുന്ന പോലുള്ള സംവിധാനങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് ഇവരാണ് നമ്മുടെ ഊതണ സാധനം. പിന്നെ ഇത് ജഗുവിൻ്റെ പരീക്ഷയുടെ ചട്ട, പരീക്ഷ ചട്ടയില്ലേ, അത് എക്സാം ബോർഡാണ് ഈ സാധനം. ഒന്ന് ഇവരുടെ സാധനങ്ങളൊക്കെ മതി. കാക്കുകുട്ടികളെ കുറേ കാക്കുകുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. കാക്കുകുട്ടിക്കറിയാ. നമുക്ക് ഇതിനൊന്ന് മറച്ചു വയ്ക്കാം. ഈ സൈഡ് ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. ഈ സാധനം കരിഞ്ഞതൊന്നും അല്ല കേട്ടോ. അത് ആ മസാലയുടെ കൂട്ടിന് ഇത്തിരി പെട്ടെന്ന് ഒരു ഇത് വരും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ചിക്കൻ്റെ ആക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വയ്ക്കാൻ പറ്റില്ല. വലിയ ചിക്കൻ ഫുള്ള് കിട്ടാം. അതിന് നമ്മൾ ഈ അലുമിനിയം ഫോയിലില്ലേ, അതുകൊണ്ട് പൊതിയ നല്ലത്. എന്നാലും ശരിക്കും ഉള്ളിലേക്ക് ശരിക്കും വേവ് കയറില്ല. മോൾവശം പെട്ടെന്ന് കരി. മീനിൻ്റെ ആകുമ്പോൾ അത്ര പറ്റില്ല. മീൻ പെട്ടെന്ന് വേവും, കുഴപ്പമില്ല. ഇപ്പം മീൻ വെന്തു ഓൾറെഡി. കൽപ്പനേരം കൂടി നമ്മൾ വെക്കുന്നത് മാത്രം. മറിച്ചും തിരിച്ചൊക്കെ അങ്ങനെ വെച്ചോണ്ടിരിക്കുക. അങ്ങനെ വേലാക്കാം. ഈ ചൂട് ഈ ആവാത്ത സൈഡൊക്കെ അതിനൊക്കെ ഇങ്ങനെയൊക്കെ വയ്ക്കാം. നമുക്ക് ഇതിങ്ങനെയൊക്കെ വയ്ക്കാം കേട്ടാ. ഇതെങ്ങനെയൊക്കെ വയ്ക്കാം. ആയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഈ സൈഡുകളൊക്കെ ഒന്ന് നന്നായിട്ട് ആക്കാമെന്ന് മാത്രം കേട്ടോ. ഈ തലേര സൈഡ് വെയിലുണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലുണ്ട് ഇവിടെ. അവസാന നിമിഷമാണ് കേട്ടോ. നമ്മുടെ ഫിഷ് ഗ്രില്ലിയിൽ ഒരു ലെവലായി കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ അധികം നേരം വയ്ക്കണ്ട. കണ്ട, നമുക്ക് നിർത്താൻ പരിപാടി. നമ്മുടെ ഫിഷ് ഗ്രില്ലിൽ കഴിഞ്ഞു. വേണ്ട, നല്ല ചൂടുണ്ട്. ഈ മരത്തിൻ്റെ പിടിയിലാരും നമുക്ക് ചൂടറിയില്ല. ഇവിടെ നിന്നാണ് ചൂടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവരെ ഇനി എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഒരു പാത്രത്തിൽ വയ്ക്കാം. എന്നിട്ട് സരിതപ്പ് വരും. എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? സിമ്പിൾ പരിപാടി ഇല്ല. നമുക്കിൻ്റെ ലോക്ക് പിടിപ്പിച്ചിട്ട് വാളയിലേക്കാണ്ട് വയ്ക്കാം. നമ്മുടെ സാധനം റെഡി ആയിട്ടാ. കഴിക്കാം. ആദ്യം സരിത കഴിക്കി, ജഗ്ഗു കഴിക്കി. നമ്മള് ഉൾക്കരിക്കുന്നത് ജഗ്ഗുവിന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസിയാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ആ സാധനം, ഇത് കൊതുകിനെ കൊല്ലുന്ന ബാറ്റില്ലേ, അത് വരെ വാങ്ങിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് പറഞ്ഞ സാധനല്ലേ, അത് വാങ്ങിച്ചാൽ മതി. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വീട്ടില് ആ ഗ്രില്ല് ചെയ്യുന്ന സാധനത്തിന് ഞാൻ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് അത് ഇവർക്കറിയാം. ഞാൻ പറഞ്ഞു. അപ്പൊ ആ സാധനം വാങ്ങിച്ചാൽ മതി. അതിന് ഇത്രയ്ക്കുള്ള വിലയുള്ള, അല്ലെങ്കിൽ അത് വെൽഡിയില്ലേ, അവരെടുത്ത് പോയി കഴിഞ്ഞാൽ അവര് ചെയ്തു തരും. അവര് ചെയ്തല്ലേ ആ സാധനം മതി. ആ സാധനം പിന്നെ കുറച്ച് കരി ചർട്ടിണി അത് മതി. നമ്മുടെ ചേട്ട കത്തിച്ച് കനലാക്കിയാൽ മതി. 3-4 ഇഷ്ടം ചെയ്യാം. നിസ്സാരമായ കാര്യം കേട്ടാ. അപ്പൊ നമുക്ക് ഇത് ഞാൻ തിന്ന് കഴിക്കട്ടെ. ഇനി വേറെ കഥയും തിന്ന് ഇതിലില്ല കേട്ടാ. കഥ പറയാൻ നേരില്ലേ, വെച്ചിരിക്കുക. സമയം 2 മണി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.